പെരുമ്പടന്ന ജനകീയ വികസന സംരക്ഷണ സമിതി റിപ്പബ്ലിക് ദിനത്തിൽ വിജയോത്സവം സംഘടിപ്പിക്കും. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ ഒരു വർഷം നീണ്ട സമരത്തിന്റെ വിജയാഘോഷമാണ് വിപുലമായി ആഘോഷിക്കുന്നത്. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ ഒരു വർഷം പിന്നിട്ട നിരന്തര സമരത്തിലൂടെ ഉന്നയിച്ച ഒട്ടുമിക്ക ആവശ്യങ്ങളും നേടിയെടുത്ത സമരസമിതി റിപ്പബ്ലിക് ദിനത്തിൽ വിജയോത്സവം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പടന്നയെ പറവൂരിന്റെ മുഖ്യ കവാടമാക്കുക, കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന റോഡുകൾ അടച്ചുകെട്ടുന്നിടത്ത് അടിപ്പാതകൾ നിർമ്മിക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നീരൊഴുക്ക് തടയപ്പെടുന്നിടത്ത് കാനകൾ പണിയുക, റോഡിന് ഉയരം കൂടിയതോടെ താഴ്ചയിലായി പോയ കുടുംബങ്ങൾക്ക് സർക്കാർ ചെലവിൽ റാമ്പ് നിർമ്മിച്ചു നൽകിയ തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം. തിങ്കളാഴ്ച വൈകിട്ട് 4 പെരുമ്പടന്ന കവലയിൽ നടക്കുന്ന വിജയോത്സവം ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. സിനിമ, സീരിയൽ രംഗത്തെ താരങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, തിരുവാതിര, ഓണക്കളി, നൃത്തങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സമിതി ചെയർമാൻ VS ബോബൻ, കൺവീനർ G ഗണേഷ്, കോർഡിനേറ്റർ സുധീഷ് തോപ്പിൽ, ട്രഷറർ ON ബോസ്, പബ്ലിസിറ്റി കൺവീനർ KK അബ്ദുള്ള, കമ്മിറ്റി അംഗം PM തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ആരംഭിച്ച ജനകീയ സമരം ഒരു വർഷം തികഞ്ഞു. ഈ ഒരു വർഷത്തിനിടയിൽ സമരസമിതി ഉന്നയിച്ച നിരവധി കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സമരസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾ പറവൂരിലൂടെ കടന്നു പോകുന്ന NH 66 പറവൂരിലൊരു ദുരിതപാതയാകരുത് എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇതിനകത്ത് ഇടപെടാനും അതിനുവേണ്ടി തന്നെ പറവൂരുള്ള 27 കിലോമീറ്ററിൽ വ്യാപാരി വ്യവസായി, പട്രാക്ക്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ലെൻസ്വെഡ്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്ന് ഒരു വിശദമായ പഠനം നടത്തുകയും 2 വർഷം മുന്നേ അധികാരികളുടെ മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ വാതിലുകളും കൊട്ടിയടഞ്ഞ ശേഷമാണ് പറവൂർ നഗരസഭയിലെ 7 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ദേശീയപാത വരുത്തി വച്ചേക്കാവുന്ന ഭാവിക്ക് ദുരിതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പെരുമ്പടന്ന കേന്ദ്രീകരിച്ച് ഒരു സമരം ആരംഭിച്ചത്. ജനകീയ സമരം, പന്തൽ കെട്ടിയൊരു ജനകീയ സമരം. ആ സമരസമിതി ഉന്നയിച്ച 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഇന്നത്തെ കളക്ടർ G പ്രിയങ്ക ഇടപെട്ട് ബോധ്യപ്പെടുകയും പ്രൊജക്ട് ഡയറക്ടറെ ചേർത്ത് നിർത്തി അതിന് അനുവാദം തരികയുമാണ് ചെയ്തിട്ടുള്ളത്. അത് സമരസമിതി നേടിയെടുത്തൊരു വിജയം തന്നെയാണ്. ഇനി നേടിയെടുക്കാനുള്ള നമ്മുടെ NHൻ്റെ റൂൾ അനുസരിച്ച്, ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയുടെ റൂൾ അനുസരിച്ച് പാലിക്കപ്പെടേണ്ട സർവീസ് റോഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ U-turn നടപ്പിലാക്കാതെ അപാകതകളോടുകൂടി പണിയുന്ന നിർമ്മാണം തടഞ്ഞിട്ടിരിക്കുകയാണ് സമരസമിതി. അതുകൂടി നേടിയെടുക്കേണ്ടതുണ്ട്. അതിലുപരി നമ്മുടെ പറവൂരിലൂടെ കടന്നു പോകുന്ന ചെറായി പറവൂർ റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന NH 66 വലിയ ഗതാഗത കുരുക്കിലേക്കാണ് പറവൂരിന് എത്തിക്കുക എന്നുള്ളതിൽ സംശയമില്ല. അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം 8 റോഡുകളാണ് പെരുമ്പടന്ന പ്രദേശത്ത് അടക്കപ്പെട്ടത്. ഞങ്ങൾക്ക് അടക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് 2 പാതകളിൽ ഒന്നാണ് ഇന്നിപ്പോൾ അനുമതി തന്നിട്ടുള്ളത്. ചക്കരക്കടവ്, 140 വർഷമുള്ള ചക്കരക്കടവ് റോഡ്. പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന 8 റോഡുകളിലൂടെ പോകേണ്ട ഗതാഗതങ്ങൾ മുഴുവൻ പെരുമ്പടന്ന കേന്ദ്രീകരിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച ഗതാഗത കുരുക്ക് നാളത്തെ പറവൂരിനെ വല്ലാതെ ഉലയ്ക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ചെറായി ബീച്ച്, കുഴുപ്പള്ളി ബീച്ച്, മുസിരീസ് പൈതൃക നഗരങ്ങളിലേക്കുള്ള, മ്യൂസിയത്തിലേക്കുള്ള, നമ്മുടെ കോട്ടയക്കോലത്തേക്കുള്ള, ചാത്തനാട് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക ടൂറിസ്റ്റുകളും അതുപോലെ ഹൈവേ കൂടി വരേണ്ട ടൂറിസ്റ്റുകളെയൊക്കെ ഉൾക്കൊള്ളാൻ പെരുമ്പടന്ന പറവൂർ ടൗണിൽ ആകെയുള്ള 2 എൻട്രിയും എക്സിറ്റുമാണ് പെരുമ്പടന്ന പറവൂർ ടൗണിലുള്ളത്. അതിലൂടെ വരുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും പെരുമ്പടന്നേക്ക് സാധിക്കില്ല. അത് പറവൂരിനെ തന്നെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറവൂരിൻ്റെ മുഖ്യ കവാടം പെരുമ്പടന്ന ആക്കണമെന്നും ഗതാഗത സംവിധാനമില്ല എങ്കിൽ നാളെ NHൻ്റെ വരവോടുകൂടി 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കൊടുങ്ങല്ലൂർക്ക് എറണാകുളത്തേക്ക് എത്താവുന്ന ആളുകൾ അവിടേക്ക് പോകാതെ പറവൂരിലേക്ക് എത്തിക്കാനും പറവൂരിനൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ക്രോഡീകരിക്കുന്നതിന് പെരുമ്പടന്ന മുഖ്യ കവാടമായി തീരൂ എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ. ആദ്യം ഇതിൻ്റെ ഈ NHൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ചക്കരക്കടവിൽ അടിപ്പാത വേണമെന്ന് പറഞ്ഞുകൊണ്ടും ഇൻഫൻറ്റീവ്സിൻ്റെ അതിലൂടെ പോകുന്ന റോഡ് അടഞ്ഞു പോകാതിരിക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടും പെരുമ്പടന്നയെ ഒരു മുഖ്യ കവാടമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും
അതുപോലെ ഡ്രെയിനേജുകൾ, എക്സിറ്റ് എൻട്രി ഇതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമരം ആരംഭിച്ചത്. പക്ഷേ പിന്നീട് കോടതിയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോഴാണ് ഇത് ജനകീയ വികസന സംരക്ഷണ സമിതി പെരുമ്പളതയിൽ അങ്ങനെ ഒരു രജിസ്ട്രേഡ് സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോയത്. ഇതിൻ്റെ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യകാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മളെ വളരെയധികം ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എസ് ശർമ്മ നമ്മളെ കൈപിടിച്ച് വലിച്ചുകൊണ്ടാണ് കളക്ട്രേറ്റിൽ കൊണ്ടുപോയി കളക്ടറെയും മറ്റൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ എന്ത് സഹായവും ഉപദേശങ്ങളും നമുക്ക് KP ധനപാലൻ തന്നിരുന്നു. എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത് നിയമസഭയിൽ ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ വികസനത്തിനെതിരല്ല, അതുകൊണ്ട് എനിക്ക് മുൻപിൽ നിൽക്കാനായിട്ട് കഴിയില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ MPയുടെ അടുത്ത് നമ്മുടെ വിഷയങ്ങളൊന്നും എത്തിയിരുന്നില്ല. പക്ഷേ പിന്നീട് നമുക്ക് ഒരു രജികുമാർ എന്ന് പറഞ്ഞ രജികുമാർ എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തകൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ MPനെ കാണുകയും MP അത് വേണ്ട രീതിയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിലും വഴിമുട്ടി നിന്ന സമയങ്ങളിലൊക്കെ എല്ലാ ആളുകളുടെയും സഹായം, രാഷ്ട്രീയക്കാരുൾപ്പെടെ എല്ലാവരുടെയും സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സഹായങ്ങളൊക്കെ തന്നെ അതിൻ്റെ ആ സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരു വർഷം തികയുന്ന ഈ അവസരത്തിൽ ജനുവരി 26-ാം തീയതി നമ്മളതിൻ്റെ ഒരു വിജയാഘോഷം പെരുമ്പളയിൽ നടത്താൻ പോകുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനനായ ജസ്റ്റിസ് കമാൽ പാഷയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ ആദിവാസി നൃത്തങ്ങൾ ആദ്യമായിട്ട് മത്സരത്തിലേക്ക് വന്നത് ഈ വർഷമാണ്. അതിൽ പള്ളി നൃത്തം എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ മത്സരിച്ച് ഹയർ സെക്കൻഡറിയിൽ നിന്ന് സംസ്ഥാനാടിസ്ഥാനത്തിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കുകയും അവരുടെ പരിപാടി ഞങ്ങൾക്ക് ഓർത്തിനിക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പറവൂരിൽ നിന്ന് നാടൻ പാട്ടിന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വിജയിച്ച കുട്ടികളുടെ പരിപാടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പരിപാടികൾ കോർത്തിണക്കി നാടൻ പാട്ട്, ഓണക്കളി, തിരുവാതിര, നിരവധി പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായിരുന്നൊരു കലാവിരുന്നായിരിക്കും.